നമ്മൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ അപകടം യഥാർത്ഥത്തിൽ റോഡിൻ്റെ അപാകത കൊണ്ടുണ്ടായ അപകടമാണ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ വേദനയോടുകൂടി പങ്കെടുക്കുന്ന ഒരു അതിഥി പ്രിയയാണ്. പ്രിയയുടെ ഭർത്താവ് ഇതുപോലെ റോഡിൻ്റെ തകരാറ് മൂലമുണ്ടായ അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രിയയ്ക്ക് പറയാനുള്ളത് കേരളം കേൾക്കണം. പ്രിയ, സമാനമായ അപകടങ്ങൾ, അതായത് പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കുകയാണ്. എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. പെട്ടെന്ന് റോഡില്ലാതെ പോകുന്ന അവസ്ഥ, റോഡ് ഉണ്ട് എന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകൾ അപകടത്തിൽപ്പെടുന്ന കാര്യം എന്നുള്ളത് ഇപ്പോൾ അത്ര അസാധാരണമായ കാര്യം പോലുമല്ല എന്ന സങ്കടകരമായ അവസ്ഥയുണ്ട്. ഈ അപകടത്തിന് ശേഷം സമാനമായ നിലയിൽ ഈ പാതയുടെ കുഴപ്പം കൊണ്ട് അപകടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ബന്ധുക്കൾ ബന്ധപ്പെടുകയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പരാതി നൽകാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെ ബന്ധപ്പെടുകയോ വരികയോ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ കായംകുളത്തൊരു ശരിക്കും പറഞ്ഞൊരു 90% എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റ് മാതിരി തന്നെയാണ്. ഇതേമാതിരി പെട്ടെന്ന് റോഡ് കഴിഞ്ഞ് അടുത്ത വെള്ളക്കുഴിയിലേക്ക്, അതായത് നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ്റെ സ്ഥലത്ത് തന്നെ സംഭവിച്ചതാണ്. പക്ഷെ അത് ആളുകൾ കണ്ടിട്ട് ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന വഴിയിലാണ് മരണം സംഭവിച്ചത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റിൽ ശരിക്കും രാവിലെ ഒരു 7:30 മണിയായിട്ടാണ് ആളുകൾ, അതായത് 5 മണിക്ക് ആ വഴിയിലൂടെ നടക്കാൻ പോയവർ പോലും കണ്ടിട്ടില്ല. കാരണം അത്രയും വലിയ കുഴിയായിരുന്നു. വണ്ടിയും എല്ലാം അതിലേക്ക് പോയതുകൊണ്ട് പണിക്ക് വന്ന പണിക്കാരനാണ് ബോഡി പൊന്തി കിടക്കുന്നത് കണ്ടിട്ട് വിവരം അറിയിച്ചത്. അപ്പം ഈ ഫാമിലി തമ്മിൽ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം അവർക്ക് ഇപ്പോൾ സംഭവിച്ചിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നല്ലേ ഉള്ളൂ, ഒരു 1 month ആവുന്നേ ഉള്ളൂ. വേറെ ആക്സിഡൻറ്റ് കേസ് ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല.